ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീട്ടിലെ കുറച്ച് കാഴ്ചകൾ കണ്ടാലോ? മതിൽ നിറയെ ചെടിയാണ്. ഒരു 2 ചെടിയിൽ നിന്നാണ് ഇത്രമാത്രം ചെടി വീട്ടിൽ അമ്മയും പപ്പയും കൂടെ ഉണ്ടാക്കിയെടുത്തത്. മതിലിൽ മാത്രമല്ല, വേറൊരിടത്തും ഈ ചെടി നിറച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇടയിൽ തന്നെ കാണിച്ചേനെ. അപ്പച്ചനും കൊച്ചുമോനും കൂടെ എന്നെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഈ മുല്ല ഈ ഇടയ്ക്ക് അവർ ഉത്സവ പറമ്പിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെയാണ് ഈ വഴുതനങ്ങയും. നീല വഴുതനങ്ങയും വാങ്ങിയിട്ടുണ്ട്, വെള്ള വഴുതനങ്ങയും വാങ്ങിയിട്ടുണ്ട്. 70 രൂപ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ ഈ കാച്ചി നിൽക്കുന്ന വഴുതനങ്ങ വാങ്ങാൻ. പിന്നെ ഈ ചെടി എനിക്ക് നല്ല ഇഷ്ടമുള്ള ചെടിയാണ്. വെട്ടി വിട്ടാൽ നല്ല ഭംഗിയിൽ നിൽക്കും. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, അറിയാമെന്നുള്ളവരൊന്ന് പറയണേ. പിന്നെ ഇത് ശംഖുപുഷ്പമാണ്, നീല ശംഖുപുഷ്പമാണ്. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം തിളപ്പിക്കാനൊക്കെ ഇതിൻ്റെ പൂവെടുക്കും. നമ്മുടെ വീടിൻ്റെ ചുറ്റിലും ഇപ്പം കാണാൻ കഴിയുന്നത് ഈ പാൽമുളകാണ്. നിറയെ ഉണ്ട്. പപ്പയും അമ്മയും അച്ചാമ്മയും കൂടെ ഇത് ഓരോന്ന് വിത്തിട്ട് മുളപ്പിച്ച് എല്ലാ തൈയും പാകി വെക്കുന്നുണ്ട്. ഈ അടീനയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ചയോളം പൂ വിരിഞ്ഞ് തന്നെ നിൽക്കും, തൊഴിഞ്ഞു പോകാതെ. ചേട്ടൻ്റെ വീട്ടിലും അടീനയുണ്ട്, എന്നാൽ അത് ഇത്ര വലിപ്പമുള്ള പൂവൊന്നുമല്ല, പെട്ടെന്ന് തൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ പിച്ചി, മുല്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചെടി ഇവിടെ വേറൊരിടത്ത് കാണിച്ചു തരാമെന്ന്. അതാണ് ഈ കിണറ്റിൻ്റെ 4 സൈഡും. മൈലാഞ്ചിയുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുളക്, അങ്ങറ്റം വരെ മുളകാണ്. വീട്ടിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. ഇപ്പോൾ നവര, ഇഞ്ചി, അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ട്. അടുത്ത വർഷത്തേക്ക് വരെയാണെങ്കിൽ മീൻ ഫ്രിഡ്ജ് ബോക്സിൽ ആണ് മീൻ മാക്സിമം ഇട്ടിരിക്കുന്നത്. ഈ മീൻ വളർത്താനുള്ള മെയിൻ കാരണം തന്നെ കൊറോണയാണ്. കൊറോണ ടൈമിൽ ഞങ്ങളുടെ വീടിൻ്റെ ഒരു വശം മുഴുവനും ഒരു 3 ടാർപോളിൻ കുളം കൊണ്ട് നിറഞ്ഞു. ഒരു കുളത്തിൽ മുഷി, ഒരു കുളത്തിൽ തിലോപ്പിയ, അടുത്ത കുളത്തിൽ വരാല, അങ്ങനെ കുറേ ഇട്ടിരുന്നു. പക്ഷേ കൊറോണ കഴിഞ്ഞപ്പം ഞങ്ങൾ അക്വേറിയം തുടങ്ങി. അപ്പോഴത്തേക്കും കുളം ഞങ്ങൾ ശ്രദ്ധിക്കാതായി, അതങ്ങ് മൂടി. എന്നും പറഞ്ഞ് ഇപ്പോൾ അക്വേറിയൊന്നുമില്ല, വീട്ടിലുള്ള മീനുകൾ മാത്രം തന്നെയാണ്. പിന്നെ ഇത് നാരങ്ങയാണ്, കമ്പിളി നാരങ്ങ ഞങ്ങളിവിടെ പറയും. പിന്നെ വീട്ടിൽ പ്ലാവുണ്ട്, 2 പ്ലാവുണ്ട് 2 വശത്തായിട്ട്. പിന്നെ ഒരു ശീമപ്ലാവ്, നെല്ലിക്കയുണ്ട്, ലൗലോലിക്ക. പക്ഷെ അത് ഇതുവരെയ്ക്കും കായ്ച്ചിട്ടില്ല, വരുന്നതേ ഉള്ളൂ. ഒരു തെങ്ങും കൂടെ ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ പോയിക്കഴിഞ്ഞാലുള്ള കാക്കുവിൻ്റെ കുറച്ച് വിനോദങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിറയെ വെള്ളം 4 സൈഡും വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവന് വെള്ളത്തിൽ കളിക്കാൻ വലിയ ഇഷ്ടമാണ്. ഇത് 1 വയസ്സാകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. ചേട്ടാ ഇതിന് മാറ്റി കൊടുക്കും, കാല് മാറ്റി കൊടുക്കും. ഓ ഓ കാല് മാറ്റി കൊടു ചേട്ടാ. ആ